ഹജ്ജ് നിർബന്ധമാക്കപ്പെട്ടതെന്ന്? ഹിജ്റ 6-ാം വർഷത്തിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര ഹജ്ജ് ചെയ്തിട്ടുണ്ട്? നുബുവത്തിൻ്റെ മുമ്പും ശേഷവും ഹിജ്റയുടെ മുമ്പും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിരവധി ഹജ്ജ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എണ്ണം അറിയപ്പെട്ടിട്ടില്ല. ഹിജ്റയ്ക്ക് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫർളായ ഒരു ഹജ്ജ് മാത്രമാണ് നിർവഹിച്ചത്. കുട്ടിയുടെ ഹജ്ജ് ഉംറ പരിഗണിക്കുമോ? സുന്നത്തായി പരിഗണിക്കും, ഫർളായി പരിഗണിക്കില്ല. പ്രായം തികഞ്ഞ ശേഷം നിബന്ധന മേളിച്ചാൽ അവർ ഹജ്ജും ഉംറയും ചെയ്യേണ്ടി വരും. സ്ത്രീകൾ ഹജ്ജിന് പോകുമ്പോൾ മഹ്റം കൂടെ വേണോ? ഫർളായ ഹജ്ജ് ഉംറയ്ക്ക് സ്ത്രീ പുറപ്പെടുമ്പോൾ ഭർത്താവോ മഹ്റമോ വിശ്വസ്തരായ 3 സ്ത്രീകളോ കൂടെ വേണം. എങ്കിലേ നിർബന്ധമുള്ളൂ. എന്നാൽ സുന്നത്തായ ഹജ്ജ് ഉംറയാണെങ്കിൽ ഭർത്താവോ മഹ്റമോ കൂടെ വേണം, അല്ലാതെ പോവൽ നിഷിദ്ധമാണ്. ഫർളായ ഹജ്ജ് ഉംറയ്ക്ക് ഒരു സ്ത്രീ കൂടെ പോരെ? ഹജ്ജ് ഉംറയ്ക്ക് പുറപ്പെടൽ നിർബന്ധമാണെങ്കിൽ 3 സ്ത്രീകൾ കൂടെ വേണം. ഒരു സ്ത്രീ മാത്രമുള്ളുവെങ്കിൽ പുറപ്പെടൽ നിർബന്ധമില്ല. എന്നാൽ പുറപ്പെടൽ അനുവദനീയമാണ്. വിശ്വസ്തരായ സ്ത്രീകളോടുകൂടെ സിയാറത്തോ? പാടില്ല, നിഷിദ്ധമാണ്. സുന്നത്തായ കാര്യങ്ങൾക്ക് പുറപ്പെടുമ്പോൾ മഹ്റമോ ഭർത്താവോ കൂടെ വേണം. സ്ത്രീകൾ മാത്രമാണെങ്കിൽ പുറപ്പെടാൻ പാടില്ല. ഇതാണ് പ്രബലം. സ്ത്രീകൾക്ക് 2ാം ഉംറ നിഷിദ്ധമാണോ? മഹ്റമോ ഭർത്താവോ കൂടെയില്ലാതെ സ്ത്രീകൾ സുന്നത്തായ ഉംറയും സിയാറത്തും നിർവഹിക്കൽ നിഷിദ്ധമാണ്. കൂടെയുള്ള സ്ത്രീയോടുകൂടെ ഫർളായ ഉംറ ചെയ്തവൾ ഇനി അവളോടുകൂടെ സുന്നത്തായ ഉംറ ചെയ്യാൻ പാടില്ല. ഉംറ ചെയ്യാൻ നേർച്ചയാക്കിയാലോ? നേർച്ചയാക്കിയാൽ നിർബന്ധ ഉംറയായല്ലോ. അത് നിർവഹിക്കാൻ കൂടെ വിശ്വസ്തയായ ഒരു സ്ത്രീ ഉണ്ടായാലും മതി. നിർബന്ധമായ അറിവ് നേടാൻ വേണ്ടി സ്ത്രീ പുറപ്പെടുന്നതോ? അത് അനിവാര്യമാണ്. നിബന്ധന പാലിച്ച് പുറപ്പെടാം. വീട്ടിൽ നിന്ന് പഠിക്കാൻ സാഹചര്യമില്ലെങ്കിൽ വിശ്വസ്തയായ സ്ത്രീയോടുകൂടെ പുറപ്പെടണം. സ്വലാത്തിൻ്റെ മജ്‌ലിസിലേക്ക് സ്ത്രീകൾ ഒറ്റയ്ക്ക് യാത്ര പോവാമോ? അത് ഹറാമാണ്. ഒറ്റയ്ക്ക് പോവരുത്. മഹ്റമോ ഭർത്താവോ ഉണ്ടെങ്കിൽ പോവാം. ഹജ്ജിൻ്റെ മാസങ്ങളിൽ മക്കയിലായാൽ ഹജ്ജ് നിർബന്ധമാകുമോ? ഇല്ല. ഹജ്ജിൻ്റെ മാസങ്ങളിൽ മക്കയിലുള്ളതുകൊണ്ട് മാത്രം ഹജ്ജ് നിർബന്ധമാകില്ല. ഹജ്ജ് നിർബന്ധമാകേണ്ട നിബന്ധനകൾ മേളിച്ചിരിക്കണം. എങ്കിൽ മാത്രമേ ഹജ്ജ് നിർബന്ധമാകൂ. ഉംറ ചെയ്തവന് ഹജ്ജ് നിർബന്ധമാകുമോ? ഇല്ല. അടിസ്ഥാനരഹിതമായ ചില നാട്ടുവർത്തമാനങ്ങളാണവ. നിസ്കാരം കറാഹത്തുള്ള സമയം ത്വവാഫ് ചെയ്യാമോ? ചെയ്യാം.